അപ്പോൾ അച്ഛൻ എവിടെയാണ് പോകുമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കണ്ണൂർ NBSലാണ് പോകുന്നത്. എനിക്ക് NBS എന്ന് പറഞ്ഞാൽ അറിയില്ല അന്ന്. അപ്പോൾ അച്ഛൻ്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു, അവിടെ ചുമരില്ല, ചുമരിന് പകരം പുസ്തകമാണ്. 1904 തന്നെ തൃക്കരിപ്പൂരിലും ചെറുവത്തൂരിലും മറ്റ് റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പോൾ റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത് മതേതരായൊരു സ്ഥലമാണ്, ജാതി മതമൊന്നുമില്ല, ആർക്കും സഞ്ചരിക്കാം. അതുകൊണ്ട് പല നാട്ടിലെ ആൾക്കാർ റെയിൽ വഴി സഞ്ചരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം നാടകം കളിച്ചു. ആ നാടകത്തിൽ പ്രധാന കഥാപാത്രമായിട്ട് വന്ന ഒരാൾ ദളിതനായിട്ടുള്ള ഒരാളായിരുന്നു. ആ ദളിതനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ഒരു രംഗം ആ നാടകത്തിൽ പൊട്ടിത്തെറി ഉണ്ടാക്കാൻ നല്ല ആശയിൽ തന്നെ ആയിരിക്കണം കേളുനേരം ഉൾപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം കേളു എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ വൃദ്ധനായ ഒരാളെന്ന് തോന്നുന്നു. ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ 27 വയസ്സാണ് അദ്ദേഹത്തിന്. അദ്ദേഹം 28 വയസ്സാകുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്തു. അത് അച്ഛൻ ഒരു സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അതേസമയത്ത് നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു, പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പും മനോരമ ആഴ്ചപ്പതിപ്പും വരുത്തുമായിരുന്നു. ഒരു ഓണക്കാലത്ത് അന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ ഓണപ്പതിപ്പുകളും അച്ഛൻ വാങ്ങിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ പലപ്പോഴും എഴുതിയിട്ടുണ്ട്, അച്ഛൻ്റെ ഒരു മൂത്ത സഹോദരിയുണ്ട്, അവർക്കും പ്രാഥമിക വിദ്യാഭ്യാസമുണ്ട്. അവർ കവിതകളൊക്കെ ഒച്ചത്തിൽ ചൊല്ലും. അവർ വലിയൊരു സ്വാധീനമാണ്. അവർ സിനിമാ ഗാനങ്ങളും ചൊല്ലും. അവർ വളരെ ആധുനികത സ്വഭാവമുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ യേശുദാസിനെക്കുറിച്ച് കുറച്ച് വർഷം മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അപ്രതീക്ഷിതമായിട്ട് എന്നോട് എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എനിക്ക് സംഗീതം അങ്ങനെ എഴുതത്തക്ക രീതിയിൽ പാണ്ഡിത്യമൊന്നുമില്ല. അപ്പോൾ ഈ വല്യമ്മയുടെ ഈ യേശുദാസിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. ഞാൻ യേശു എന്നാണ് വിളിക്കുക. യേശുദാസിനോട് യേശുദാസിനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ വളരെ ഇഷ്ടത്തോടെ യേശു എന്ന് വിളിക്കുക. ആ കാര്യം പറഞ്ഞാൽ തുടങ്ങി. അപ്പോൾ അവരൊക്കെ മരിച്ചുപോയി, പക്ഷെ അവർ വലിയൊരു സ്വാധീനമാണ്. ചുരുക്കി പറഞ്ഞാൽ എളിയ നിലക്ക് സാഹിത്യത്തിൻ്റെ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ താമസിക്കുന്ന വീടിനടുത്ത് വിജ്ഞാനദായിനി വായനശാലയുണ്ട്. എൻ്റെ ഓർമ്മ തൊട്ട് തന്നെ അച്ഛൻ ആ വായനശാലയുടെ പ്രവർത്തകനാണ്. അപ്പോൾ കണ്ണൂർ NBS പോയിട്ടാണ് പുസ്തകം വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കുട്ടിയായിരിക്കുന്ന കാലത്ത് അച്ഛൻ രാവിലെ 7 മണിയുടെ വണ്ടിക്ക് പുറപ്പെടുന്ന സമയത്ത് നമുക്കൊരു അസാധാരണത്വം തോന്നുമല്ലോ. അപ്പോൾ അച്ഛൻ എവിടെയാണ് പോകുമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കണ്ണൂർ NBSലാണ് പോകുന്നത്. എനിക്ക് NBS എന്ന് പറഞ്ഞാൽ അറിയില്ല അന്ന്. അപ്പോൾ അച്ഛൻ്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു, അവിടെ ചുമരില്ല, ചുമരിന് പകരം പുസ്തകമാണ്. അച്ഛനങ്ങനെ ഈ കാവ്യഭാവനയുള്ള ആളൊന്നുമല്ല, പക്ഷേ ആ ആവേശത്തിൽ പറയുന്ന അത് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഓർമ്മയുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട് ആ പ്രസ്താവനയെക്കുറിച്ച്. അങ്ങനെ പൊതുവേ അന്ന് വായനയുടെ അന്തരീക്ഷം ഈ നാട്ടിലുണ്ടായിരുന്നു. ഇവിടെ വിദ്യാഭ്യാസപരമായിട്ട് സ്കൂളുകളുണ്ട്, കോളേജുകൾ അന്ന് കാസർഗോഡും മറ്റുമാണ്, പക്ഷേ സ്കൂളുകൾ ഉള്ളതുകൊണ്ട് ചുറ്റുവട്ടത്തൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു അന്തരീക്ഷം, നാടകവും സ്കൂളും ഈ രണ്ട് കാര്യങ്ങൾ വായനയുടെ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ വിജ്ഞാനദായിനി വായനശാല മികച്ച ശേഖരമുള്ള ഒരു വായനശാലയാണ്. അതിന് ഈ കേരളത്തിലെ ഗ്രന്ഥശാലാ ചരിത്രത്തിൽ തന്നെ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ്. 1927 മാണിയാട്ടെ വിജ്ഞാനദായിനി വായനശാല ആരംഭിക്കുന്നത്. അതിനൊരു കഥയുണ്ട്. വിദ്വാൻ P. കേളു നായരാണ് ഇതിൻ്റെ ഒരു സ്ഥാപകൻ എന്ന് പറയാം. 1904 തന്നെ തൃക്കരിപ്പൂരിലും ചെറുവത്തൂരിലും മറ്റ് റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പോൾ റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത് മതേതരായൊരു സ്ഥലമാണ്, ജാതി മതമൊന്നുമില്ല, ആർക്കും സഞ്ചരിക്കാം. അതുകൊണ്ട് പല നാട്ടിലെ ആൾക്കാർ റെയിൽ വഴി സഞ്ചരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ചെറുവത്തൂർ 5 കിലോമീറ്റർ ദൂരമാണ്, തൃക്കരിപ്പൂരും 4 കിലോമീറ്റർ ദൂരമാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ പിൽക്കാലത്താണ് വരുന്നത്. 1948 ചന്തേര റെയിൽവേ സ്റ്റേഷൻ വരുന്നത്.
അപ്പോൾ കേളുനായർ കാഞ്ഞങ്ങാട് നിന്ന് ട്രെയിൻ കയറിയിട്ട് കോഴിക്കോട്ടേക്കും മംഗലാപുരത്തേക്കും ഒക്കെ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹം അക്കാലത്ത് നായർ സമുദായത്തിലെ ചീത്ത ആചാരങ്ങളെ വിമർശിച്ചുകൊണ്ട് ഒരു നാടകം എഴുതി. ആ നാടകം അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലമായ കാഞ്ഞങ്ങാട്ടെ വെള്ളിക്കോത്ത് കളിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അവിടെ ചില വിലക്കുകളൊക്കെ വന്നതുകൊണ്ട് അദ്ദേഹം കളിക്കാൻ പറ്റിയില്ല. ആ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റുമായി അദ്ദേഹം മാണിയാട്ടൊക്കെയാണ് വരുന്നത്. മാണിയാട്ട് അദ്ദേഹത്തിന് ബന്ധു വീടുകളുണ്ട്. അപ്പോൾ ആ വീടൊക്കെ അതിലൊരു വീട് ഇപ്പോഴും പൊളിക്കാതെ ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം നാടകം കളിച്ചു. ആ നാടകത്തിൽ പ്രധാന കഥാപാത്രമായിട്ട് വന്ന ഒരാൾ ദളിതനായിട്ടുള്ള ഒരാളായിരുന്നു. ആ ദളിതനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ഒരു രംഗം ആ നാടകത്തിൽ പൊട്ടിത്തെറി ഉണ്ടാക്കാന്നല്ല ആശയിൽ തന്നെ ആയിരിക്കണം കേളുനായർ ഉൾപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം കേളു എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ വൃദ്ധനായ ഒരാളെന്ന് തോന്നും. ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ 27 വയസ്സാണ് അദ്ദേഹത്തിന്. അദ്ദേഹം 28 വയസ്സാകുമ്പോൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആ അന്തരീക്ഷം ഇവിടെ വലിയ മാറ്റം ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ ഈ വായനശാല എളിയ നിലക്ക് ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം മരിച്ചതിന് ശേഷം ചെറിയൊരു മങ്ങിച്ച വന്നു. എങ്കിലും കേരളപ്പിറവിയുടെ അന്തരീക്ഷത്തോടു കൂടി ഇത് കുറേ കൂടി ശക്തമാവുകയും സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിക്കുകയും കെട്ടിടം കെട്ടുകയും ഇപ്പോൾ നല്ല നിലയ്ക്ക് സാമാന്യം നല്ല ഗ്രാമീണ വായനശാല എന്നുള്ള നിലയ്ക്ക് നല്ല നിലയ്ക്ക് പ്രവർത്തിക്കുകയും അതിൻ്റെ മുമ്പിൽ മീറ്റിംഗ് കൂടാൻ മാത്രമായിട്ട് വേറെ ഒരു ഓഡിറ്റോറിയം, ചെറിയൊരു ഓഡിറ്റോറിയം എന്ന് പറയാം, സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വായനശാലയാണ്. അപ്പോൾ ഇവിടുന്നാണ് ഞാൻ പുസ്തകം എടുക്കുക. അതിൽ ആദ്യം അപ്പോൾ കുട്ടികളായ ഞങ്ങൾക്കെല്ലാം ഈ ബാലസാഹിത്യം എന്ന് മലയാളത്തിൽ കുറവാണ്. അപ്പോൾ കുറച്ച് പുസ്തകങ്ങൾ കിട്ടും. അങ്ങനെ പിന്നെ ചില പുസ്തകങ്ങളൊക്കെ അന്ന് വായിക്കാനിടയായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് ബാലസാഹിത്യ കൃതികളാണ് വായിച്ചു തുടങ്ങിയത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ ബാലസാഹിത്യം മടുത്തു തുടങ്ങി. ഈ മാലി എന്ന് പറയുന്ന ഉണ്ടല്ലോ, മാധവൻ നായർ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ വല്ലാണ്ട് ഇഷ്ടപ്പെട്ട് വായിച്ചു തുടങ്ങിയത്. പിന്നെ പി നരേന്ദ്രനാഥ് എന്ന് പറയുന്ന അദ്ദേഹം അവരെ ക്ലാസിക് റൈറ്റേഴ്സാണ് വാസ്തവത്തിൽ ഈ ബാലസാഹിത്യത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന പുസ്തകം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വായനശാല കുട്ടികളെ മെമ്പർഷിപ്പ് കൊടുക്കും. ആദ്യമായിട്ട് വായിച്ചത് അതാണ്. അത് മുറുക്കോത്ത് കുഞ്ഞപ്പയുടെ ഒരു ബാലസാഹിത്യ കൃതിയാണ്. അത് അദ്ദേഹത്തിൻ്റെ രചനകളല്ല, പല നാടുകളിൽ നിന്ന് വന്ന രചനകൾ അദ്ദേഹം കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഭാഷ മാറ്റിയിട്ട് ലളിതമായിട്ട് എഴുതിയ. അപ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ബാലസാഹിത്യത്തിൻ്റെ ഒരു അന്താരാഷ്ട്ര നിലവാരം എന്തെന്ന് ഒരു നിലക്ക് കാണിച്ചു തരുന്ന പുസ്തകമാണ് അത്. അതിൽ ഞാൻ ഇപ്പോഴും അതിലത്തെ ചില കഥകളൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. അതാണ് ശരിക്കും ഞാൻ ശ്രദ്ധയോടുകൂടി വായിച്ച ആദ്യത്തെ പുസ്തകം ഈ ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന പുസ്തകമായിരിക്കും. പിന്നീട് സ്കൂളിൽ നിന്നും വായനശാലയിൽ നിന്നൊക്കെ ഈ മാധവൻ നായർ, മാലിയുടെയും പിന്നെ ഒക്കെ പുസ്തകങ്ങൾ കിട്ടി. പി നരേന്ദ്രനാഥൊക്കെ പുസ്തകങ്ങൾ കിട്ടി. പിന്നെ പെട്ടെന്ന് തന്നെ 7ാം ക്ലാസ്സിലാകുമ്പോൾ ഞാൻ ബാലസാഹിത്യം ഉപേക്ഷിച്ചു. അപ്പോൾ ഞാൻ വായനശാല ഒന്നും കൂടി കൂട്ടി. കുറച്ചും കൂടി പടിഞ്ഞാറോട് നടന്നാൽ കിനാത്തിൽ എന്ന സ്ഥലമുണ്ട്. എൻ്റെ അമ്മയുടെ വീട് അവിടെയാണ്. അവിടെ കുറേയും കൂടി മോഡേണായ ഒരു ഔട്ട്ലുക്കുള്ള ആൾക്കാരുണ്ട്. കാരണം ഈ പടന്ന എന്നൊരു സ്ഥലമുണ്ട്, അതിനും പടിഞ്ഞാറ് കടലിനടുത്ത്. അവിടെ ഈ പുതിയൊരു ഹൈസ്കൂൾ തുടങ്ങി. അപ്പോൾ ഗ്രാജുവേറ്റ് അധ്യാപകർ വരുമല്ലോ. അപ്പോൾ ഈ അക്കാലത്ത് ഇവിടെ ഈ BSc B.Ed BA BEdകാരെല്ലാം പൊതുവെ കുറവാണ്. അപ്പോൾ അതിൻ്റെ മാനേജർ കോഴിക്കോട് ഇൻ്റർവ്യൂ വെച്ചിട്ട് കുറേ ആൾക്കാരെ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഈ സ്കൂൾ തുടങ്ങുന്നത്. അപ്പോൾ അവർ പുതിയ മനുഷ്യരാണ്. അത് ഈ കൊല്ലം കരുനാഗപ്പള്ളി, പിന്നെ അതേപോലെ പിന്നെ ആലുവ, പിന്നെ കോഴിക്കോട്, വടകര, ഇവിടെ നിന്നൊക്കെ അധ്യാപകർ, പത്തനാപുരം, ഇവിടെ നിന്നെല്ലാം അധ്യാപകർ വരുന്നുണ്ട്. അപ്പോൾ അവർ താമസിക്കുന്നത് കിനാത്തിൽ എന്ന് പറയുന്ന വായനശാലക്കടുത്തുള്ള ഞങ്ങൾ ലോഡ്ജ് എന്ന് വിളിച്ചിരുന്ന ഒരു വീട്ടിലാണ്. ഒരു വീട് എടുത്തിട്ട് അവർ ലോഡ്ജ് എന്നാണ് പറയാം, ബോർഡൊന്നുമില്ല, എങ്കിൽ അങ്ങനെ പറയാം. അവർ പ്രത്യേകതരം മനുഷ്യരാണ്. അവർക്ക് പ്രത്യേകതരം മണം, അവരുടെ ഡ്രസ്സിന് കൃത്യം കൂടി കൃത്യത, സംഭാഷണം കുറേ കൂടി തെളിഞ്ഞ മലയാളം. അപ്പോൾ അവർ വായനശാലയുടെ ഈ പുസ്തക സെലക്ഷനിലൊക്കെ സ്വാധീനിക്കാൻ തുടങ്ങി. അപ്പോൾ പുതിയ പുസ്തകങ്ങൾ വരാൻ തുടങ്ങി. അപ്പോഴേ ഞാൻ ഡിറ്റക്റ്റീവ് നോവലിൻ്റെ തടവുകാരനായി മാറിയിരുന്നു. അപ്പോൾ അവിടെ ജോർജ് മാഷ് എന്ന് പറയുന്ന സാറുണ്ട്, അദ്ദേഹം ലൈബ്രറിയൻ. അദ്ദേഹം ഒരു ദിവസം എന്നോട് എൻ്റെ കൂടെ പോയിരുന്ന രാജൻ എന്ന് പറയുന്ന, പിൽക്കാലത്ത് രാജന് അയാളിപ്പോൾ ഹൈദരാബാദിലാണ് രാജൻ. പിന്നെ മാർസിൻ്റെ ഒരു ജീവചരിത്രം ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ പേരിൽ സാഹിത്യ അക്കാദമിയുടെ ട്രാൻസ്ലേഷനിൽ അവാർഡൊക്കെ കിട്ടുന്നുണ്ട്. ആ രാജൻ എൻ്റെ ഒരു കൊല്ലം സീനിയറാണ് പുള്ളി. അപ്പോൾ പോകുമ്പോൾ നിങ്ങൾക്ക് മാഷ് വളരെ സൗമ്യനായിട്ട് പറഞ്ഞു, ഡിറ്റക്റ്റീവ് പുസ്തകങ്ങൾ തരില്ല, നിങ്ങൾ ഡിറ്റക്റ്റീവ് വായിക്കേണ്ട കാലം കഴിഞ്ഞു, ഇനി വായിക്കേണ്ട, നിങ്ങൾ മുടുക്കൻ കുട്ടികളെല്ലാം ഞങ്ങളെ സന്തോഷിപ്പിച്ചു. എന്നിട്ട് എനിക്കൊരു കുറച്ച് തടിയുള്ള പുസ്തകം എടുത്തു തന്നു. അത് തകഴിയുടെ ചുക്ക് എന്ന് പറയുന്ന നോവലായിരുന്നു. അതിനുശേഷം ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. അപ്പോൾ ചില ഈ അക്കാദമിക ആവശ്യത്തിനല്ലാതെ ഞാൻ പിന്നെ ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചിട്ടേ ഇല്ല.
അത് വലിയൊരു മാറ്റം. പിന്നെ അദ്ദേഹത്തിന് ആ വായനശാലയിൽ ധാരാളം പുസ്തകം എടുത്ത് പിന്നെ നമുക്ക് മറ്റ് കുറച്ചും കൂടി വലുതാകുമ്പോൾ കോളേജിൽ പോയിരുന്നു. അപ്പം കോളേജ് ലൈബ്രറി പിന്നെ പുസ്തകങ്ങളുടെ ഒരു അവൈലബിലിറ്റി കുറച്ചും കൂടി എളുപ്പമായി. ഈ രാമായണം മഹാഭാരതമൊക്കെ ഇപ്പോൾ കാഴ്ച തന്നെ ആയിരിക്കും. വീട്ടിൽ ഈ ഒരു പ്രത്യേകതരം മരത്തിൻ്റെ ഒരു സംഗതി വെച്ചിട്ട് പീഠം, പുസ്തക പീഠം എന്തായാലും പറയാൻ മറന്നുപോയി. അവിടെ വെച്ച് അത് നിത്യപാരായണമൊക്കെ ചെയ്യുന്ന രീതിയുണ്ട്. പ്രത്യേകിച്ചും ഈ കൃഷ്ണപ്പാട്ടും രാമായണമൊക്കെ അതിൻ്റെ മാസം ഉണ്ടല്ലോ, ആ മാസത്തൊക്കെ ഈ വല്യമ്മ, നേരത്തെ പറഞ്ഞ വല്യമ്മ നന്നായിട്ട് അവർ ആകർഷകമായിട്ട് ആലപിക്കും. അത് കേൾക്കുമായിരുന്നു. അതാണ് ആദ്യം കണ്ടിരിക്കാനിടയുള്ള പുസ്തകം. പിന്നെ അച്ഛൻ നാടകത്തിൽ താല്പര്യമില്ല. വലിയ നടനമൊന്നുമല്ല, പക്ഷേ നാടകത്തോട് ഇഷ്ടമുണ്ട്, അഭിനയിക്കാറുണ്ട്. ആദ്യം കൊണ്ടുവന്ന നാടക പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടാവാം. പിന്നെ ഓണക്കാലത്ത് ആദ്യം ഓണപ്പതിപ്പുകളൊക്കെ വാങ്ങിക്കും. അതൊക്കെ പുസ്തകം കണ്ടിട്ടുണ്ടാവും വലിയ പുസ്തകങ്ങളായിട്ട്. ചുരുക്കി പറഞ്ഞാൽ സ്വാഭാവികമാണ്. നമ്മൾ ഇങ്ങനെ വീട്ടിൽ ഈ അന്തരീക്ഷം ഉണ്ടായിരുന്നു. പല വീടുകളിലും ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു. ടെലിവിഷനില്ല. അതുകൊണ്ട് പിന്നെ അതിന് കൃത്യമായിട്ട് ഓർമ്മയില്ല. മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ പൈസ എത്രയാണെന്ന് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. 50 പൈസ 50 പൈസ തന്നെ വലിയ പൈസയാണ്. അന്ന് ബസ്സിന് തൃക്കരിപ്പൂരേക്ക് കൺസെഷൻ 5 പൈസയാണ്. കുട്ടികൾക്ക് 5 പൈസ കൊടുത്താൽ തൃക്കരിപ്പൂരേക്ക് 10 പൈസ കൊണ്ട് യാത്ര നടക്കും. അപ്പോൾ എനിക്ക് 15 പൈസയാണ് വീട്ടിൽ നിന്ന് തരിക. മോരും വെള്ളം കുടിക്കാൻ 5 പൈസയുണ്ട്. അങ്ങനെ നമുക്ക് സന്തോഷമല്ലേ മോരും വെള്ളം. അത് നമുക്ക് ഈ പബ്ലിക് സ്പിയറുമായിട്ട് ബന്ധപ്പെടാനുള്ള സന്ദർഭമാണ്. കടയിൽ പോയിട്ട് മോരും വെള്ളം കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ 15 പൈസയാണ് വീട്ടിൽ നിന്ന് അലോട്ട്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ചെറിയ 25 പൈസയോ 50 പൈസയോ മറ്റായിരിക്കും. പിന്നെ ഞങ്ങളുടെ ചന്തേര സ്കൂളും 100 വർഷം കഴിഞ്ഞ സ്കൂളാണ്. അവിടെയും നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അവിടെ കൃഷ്ണ മാഷ് എന്ന് പറയുന്ന കരുവള്ളൂർക്കാരനായിട്ടുള്ള മാഷും ലൈബ്രറീൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. അദ്ദേഹവും ഞങ്ങൾക്ക് പുസ്തകമൊക്കെ എടുത്ത് ഈ പുസ്തകം വായിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് തരുമായിരുന്നു. അപ്പോൾ ഈ ഗൈഡഡ് റീഡിംഗ് എന്ന് പറയില്ലേ, അതുണ്ട് ശരിക്കും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയുള്ള നല്ല അധ്യാപകർ, പക്ഷേ അവരങ്ങനെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ മറ്റേ ഇങ്ങനെ നിലവാരം കുറഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കേണ്ട, ഇങ്ങനെ കുറച്ചും കൂടി സ്വതന്ത്ര ബുദ്ധിയോടുകൂടി ഈ പിന്നെ ലോകത്തെ സമീപിക്കാവുന്ന നമ്മളെ പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങളാണ് എടുക്കേണ്ടതെന്നുള്ള അർത്ഥത്തിൽ ഈ പുസ്തകങ്ങളൊക്കെ തന്നതാണ് ഒരു വലിയ സ്വാധീനം.